എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി നനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയായ യജമാനനെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാം വാക്യം. അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല എന്ന വചനമാണ്. ഭയഭക്തിയോടെ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കടാക്ഷം ഒരിക്കലും ദൈവം അവനിൽ നിന്നും മാറ്റുന്നില്ല എന്നുള്ള വാക്കുകളാണ്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആഹാബും ഏലിയാവും തമ്മിലുള്ള ഒരു സംഭാഷണവും തർക്കവാദങ്ങളും കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ദേശത്തു മഴ പെയ്യാതെ വരികയും ജനം വളരെ കഷ്ടത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഏലിയാവാണ് പിന്നിൽ കാരണമെന്ന് ആഹാബും ആഹാബാണ് കാരണമെന്ന് ഏലിയാവും പറഞ്ഞു. അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ആ വാക്കുകൾ പറയുകയുണ്ടായി. എന്നാൽ ആരാണ് നീതിമാൻ, ആരാണ് ദുഷ്ടൻ, ആർ നിമിത്തമാണ് കഷ്ടത വന്നത്, ആർ നിമിത്തമല്ല കഷ്ടത വന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് ഒരു യാഗം കഴിക്കാമെന്ന് അവർ രണ്ടുപേരും ചേർന്ന് പറയുകയുണ്ടായി. 26-ാം വാക്യത്തിൽ ആഹാബിൻ്റെ യാഗത്തെക്കുറിച്ചാണ് കാണുന്നത്. ആഹാബ് യാഗം കഴിച്ചു എങ്കിലും ബാലെ ഉത്തരമരുളേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ പ്രാർത്ഥിച്ചെങ്കിലും അതിനൊന്നിനും മറുപടി ലഭിച്ചില്ല എന്നാണ് ആ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ 38-ാം വാക്യത്തിൽ വരുമ്പോൾ ഏലിയാവ് യാഗപീഠം പുതുക്കി പണിത് അതിൽ യാഗമൃഗത്തെ വെച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആഴമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മുമ്പിൽ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കപ്പെട്ടത്? നീതിമാനായ ഏലിയാവിനോട് കടാക്ഷകരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയും തിന്മ പ്രവർത്തിച്ചതായ ഒരാഹാബിനോടുള്ള ദൈവത്തിൻ്റെ ശിക്ഷണ നടപടിയും അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. മാത്രമല്ല, പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിലവിളിച്ച നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടിട്ട് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്തതായ ആ നിയമങ്ങളെ ദൈവം ഓർത്തിട്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം കടാക്ഷിപ്പാൻ, അവരോട് കരുണ കാണിപ്പാൻ ഇടയായിത്തീർന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട്. ആ നിലയിൽ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള വാഗ്ദത്തപ്രകാരം ആ തലമുറയോട് ദൈവം കടാക്ഷിച്ചു, അവരെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ജീവിക്കുന്നെങ്കിൽ, പരമാർത്ഥതയോടെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതവും പരമാർത്ഥതയുടെയും മുൻപിൽ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കടാക്ഷം, നമ്മുടെ പിതാക്കന്മാരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം മറന്നു കളയാതെ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ ഉയർത്തുകയും നമ്മെ മാനിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടമുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അബ്രഹാമിനോട് ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടായിരുന്നു, ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടായിരുന്നു, ദാനിയേലിനോട് ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടായിരുന്നു. അങ്ങനെ ഭക്തന്മാരോടൊക്കെ ഉണ്ടായ ദൈവിക കടാക്ഷങ്ങൾ
നമ്മുടെ മേലും ഉണ്ടാകേണ്ടതിന് ആവോളം നീതിയോടെ നിലനിൽക്കുവാൻ കഴിയുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ നീതിയുള്ളവരായി ജീവിപ്പാനും ദൈവത്തിൻ്റെ കടാക്ഷം വറ്റിപ്പോകാതെ നിലനിൽക്കുന്ന ദൈവിക കടാക്ഷങ്ങൾ അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.